ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അജയ് ആണ്. അജയുമായിട്ട് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു കാര്യം, സോ നാളെ നമ്മുടെ IAFT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് അപ്ലൈ ചെയ്യണോ, എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ എത്ര മാർക്ക് ഇപ്പൊ കാറ്റിൽ റോസ് ഗവർണറിന് അപ്ലൈ ചെയ്യണം, എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേകത, കുറെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. സോ അജയ് 2020 IAFT ജോയിൻ ചെയ്ത് 2022 ഗ്രാജുവേറ്റ് ചെയ്തതാണ്. സോ എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഇൻസൈഡർ ഇൻഫോസ് കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും അജയുമായിട്ട് ഇപ്പൊ ഒരു കോള് ശരിക്കും ചെയ്യുന്നത്. സോ അജയോട് എന്താ ചോദിക്കാം, ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഇപ്പൊ അജയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിലേക്കുള്ള ഒരു ജേർണിയെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോ IAFT അധികം അങ്ങനെ ഇതിൽ താല്പര്യമില്ലാത്തവർക്ക് ഫെമിലിയർ അല്ലാത്തൊരു പേരാണ് IAFT. ഞാൻ തന്നെ ഈ IAFT എന്ന് പറയുമ്പോൾ ആൾക്കാർ ആദ്യം ചോദിക്കുന്ന ഫാഷൻ ടെക്നോളജി ആണോ MBA ചെയ്തത്. അപ്പൊ അത് ഞങ്ങൾ ഒരുപാട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അത് ആദ്യം ക്ലിയർ ചെയ്യണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്. ആൻഡ് സൈലന്റ് ആദ്യം ചോദിച്ചു, ഇപ്പൊ എന്നെ കുറിച്ച് ഒരു ഇൻട്രോ പറയാനാണെങ്കിൽ ഞാൻ 2022 ആയിരുന്നു എന്റെ IAFTയിലെ MBA ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ EXL അനലിറ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അവിടെ പ്രോജക്ട് മാനേജർ എന്ന് പറയുന്ന റോളിലാണ്. അപ്പൊ ഞാൻ US തന്നെ ഒരു ലീഡിംഗ് ബാങ്കിന് അനലിറ്റിക്സിൽ ഹെൽപ്പ് ചെയ്തൊരു കൺസൾട്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് ഇപ്പൊ എന്റെ ഡൊമൈൻ. സോ ഒരു കാര്യം കൂടെ, കമ്മിങ് ബാക്ക് ടു നമ്മുടെ കോളേജിലേക്ക് വരാം. അബൌട്ട് IAFT ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പൊ എല്ലാരെയും പോലെ IIMs ആയിരുന്നു നമ്മുടെ എപ്പോഴും ഫോക്കസ്. നമ്മൾ കാറ്റിന് പ്രിപ്പയർ, അതെ, ടാർഗറ്റ് എപ്പോഴും എല്ലാവരുടെയും IIMs ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ പ്രത്യേകിച്ചും MBA എന്ന് പറയുമ്പോൾ IIM നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. പക്ഷെ IIM മാത്രമല്ലാതെ ഒരുപാട് ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ പല IIMസിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരുപാട് കോളേജസ് ഉണ്ട്. അപ്പൊ ആ കോളേജസിനെ പറ്റി നമ്മൾ അറിയാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ അതില് വൺ ഓഫ് ദ കോളേജസ് ആണ് IAFT എന്ന് പറയുന്നത്. നൗ ദ ഫസ്റ്റ് പോയിന്റ്, ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു MBA ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ആണ്. സോ ഈ ഒരു പ്രോഗ്രാം ഇറ്റ്സ് ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോ ആ ഒരു പ്രോഗ്രാമിന് അതിൻ്റെതായ വെയിറ്റേജ് ഉണ്ട്. ഇപ്പൊ ഫോറിൻ ട്രേഡ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, ഇത് ട്രേഡിനെ പറ്റിയായിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കാൻ. എന്നാൽ അങ്ങനെയല്ല ഒരിക്കലും. ബാക്കി ഏത് കോളേജിലും നമ്മളൊരു MBA, IIMസിൽ MBA എടുക്കുന്ന പോലെ തന്നെ MBA ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ആണെന്നുള്ള ഒരു ഒറ്റ വ്യത്യാസം. ബട്ട് ഇറ്റ്സ് ബിസിനസ് കോഴ്സ്. അപ്പോ അതാണ് ഫസ്റ്റ് പോയിന്റ്. ഒരു മേജർ എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിലായിരിക്കും ഫോക്കസ് ചെയ്യാന്നുള്ളത്. ട്രേഡ് എന്നാൽ അവിടെ ഒരു സബ്ജക്ട് മാത്രമാണ്. അത് എല്ലായിടത്തും പോലെ ഒരു നോർമൽ MBA ആണ്. അതും മറ്റൊരു അഡ്വാൻറ്റേജും കൂടിയാണ്, നമുക്ക് ട്രേഡോടെ പഠിക്കാം എന്നുള്ളത്. സോ അതാണ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. അടുത്ത നെക്സ്റ്റ്. അപ്പോ ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ഈ ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ള ഒരു പേരിലാണ്. അതായത് ഇപ്പം ഈ IIMസിലൊക്കെ ഉള്ള ഒരു കോഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ് ഈ കോഴ്സിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. അപ്പൊ ഒന്ന് രണ്ട് സബ്ജക്ട്സിലുള്ള വ്യത്യാസം മാത്രമാണോ? പ്ലേസ്മെന്റ്സിൽ ഈ പറയുന്ന MBA ഇന്റർനാഷണൽ ബിസിനസ്സും ഒരു ജനറൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം വിത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്ന IIMs ഓഫർ ചെയ്യുന്ന അവരുടെ കോർ ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാമും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് പ്ലേസ്മെന്റ്സ്, ഇൻ ടേംസ് ഓഫ് റിക്രൂട്ടേഴ്സ് എന്തൊക്കെയാണ്? അതോ ഇനി ഇന്റർനാഷണൽ പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ട് കുറച്ചുകൂടി ഫോക്കസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് എത്ര ശതമാനം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ടച്ച് ചെയ്യാം? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം MBA നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞ പ്ലേസ്മെന്റ് ആണ്. സോ ആ ഒരു പോയിന്റിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പം IIFTയിൽ പഠിച്ചു കഴിഞ്ഞാലുള്ള പ്ലേസ്മെന്റ്സും ഒരു IIMല് നമ്മളൊരു PGDM കോഴ്സ് പഠിക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് അഡ്വാൻറ്റേജസും കൂടിയുണ്ട്. അതിന്റെ കാരണം, പ്ലേസ്മെന്റ് പരമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ IIFTയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ട്രേഡും കൂടി ഒരു സബ്ജക്റ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേഡിൽ വേണമെങ്കിൽ നമുക്കിപ്പം MBAയിൽ സ്പെഷ്യലൈസേഷൻ എടുക്കാമല്ലോ, അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവരുണ്ട്, ഫിനാൻസിൽ ചെയ്യുന്നവരുണ്ട്, ഓപ്പറേഷൻസിൽ ചെയ്യുന്നവരുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ട്രേഡിലും സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതും നമുക്ക് അതിന് താല്പര്യമുള്ളവർ മാത്രം. നമ്മൾ ഫസ്റ്റ് ഇയർ അവിടെ MBAക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് ഇയർ പഠിക്കാൻ കയറുമ്പോൾ എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യുന്നു. അതുപോലെ നമുക്കൊരു ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് അത് പിക്കപ്പ് ചെയ്യാം. ഇപ്പൊ ട്രേഡ് ഒരു സബ്ജക്റ്റ് ആയിട്ട്, അതും ട്രേഡ്
ഞാൻ പറയുകയാണെങ്കിൽ വേറെ എവിടെയും കിട്ടാത്തൊരു എക്സ്പോഷർ ആണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു സബ്ജക്ട്. കാരണം ഇപ്പം ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് നമ്മളും ബാക്കി കൺട്രീസും തമ്മിലുള്ള റിലേഷൻസ് അത് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ അപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കോഴ്സിൽ. പിന്നെ സാലിന് അറിയായിരിക്കും, പിന്നെ ഓഡിയൻസിന് അറിയുമെന്നറിയില്ല, IAFT എന്ന് പറയുന്നത് ഡയറക്ട്ലി നമ്മുടെ മിനിസ്ട്രി ഓഫ് കോമേഴ്സിന്റെ അടിയിലാണ്. സോ നമുക്ക് മിനിസ്ട്രിയുമായിട്ട് നമ്മുടെ അവിടെ പഠിപ്പിക്കുന്ന ഒരുപാട് ഫാക്കൽറ്റി നമുക്ക് മിനിസ്ട്രീനെ അഡ്വൈസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. സോ നമുക്ക് അങ്ങനെ ഒരു എക്സ്പോഷറും കൂടി ഓപ്പൺ അപ്പ് ചെയ്യുന്ന, സോ ഐ വുഡ് സേ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഈ കോഴ്സിനുണ്ട്. എന്തെന്ന് വെച്ചാല് വേറെ എവിടെയും കിട്ടാത്ത ഒരു ഡൊമൈനിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് നമുക്കുണ്ട്. അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ട്രേഡിലേക്ക് നമുക്ക് പോകാം. എന്നാൽ അങ്ങനെയല്ല, നമുക്കൊരു MBAയും ഒരു ജനറൽ മാനേജ്മെന്റ് കോഴ്സാണ് വേണ്ടത്, അങ്ങനത്തെ ജോലികളാണ് വേണമെങ്കിൽ അത് 99% എന്ന് തന്നെ പറഞ്ഞു, ഒരു 95 to 99% ആൾക്കാർ അവിടെ പഠിക്കുന്നവർ അങ്ങനെയാണ് പോകുന്നത് ജനറൽ മാനേജ്മെന്റ്. വളരെ ചെറിയൊരു പെർസെന്റേജ് ആൾക്കാരാണ് ഈ ട്രേഡ് എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് പോകുന്നത്. കാരണം അത് എല്ലാവർക്കും ഉള്ളതല്ല, അത് കുറച്ച് ടഫുമാണ്, ഒരു പുതിയ ഫീൽഡുമാണ്, അതിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കുറവായിരിക്കും. സോ പ്ലേസ്മെന്റ് വൈസ് നമുക്ക് വേറെ ഏത് കോളേജിലും നടക്കുന്ന പോലെയുള്ള മാനേജ്മെന്റ് പ്ലേസ്മെന്റ്സ് ആണ് അവിടെ നടക്കുന്നത്. അത് കൂടാതെ നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്താ കിട്ടുക എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഷുവർ ആണ്. കാരണം ഇന്ത്യയിൽ പ്ലേസ്മെന്റിന് വരുന്നത് വളരെ അല്ലെങ്കിൽ IAFT മാത്രമായിരിക്കും. ഇപ്പം ഓലാം, ETG എന്നൊക്കെ പറയുന്ന ഇന്റർനാഷണൽ ട്രേഡ് കമ്പനീസ് ഹയർ ചെയ്യാൻ വരുന്നുണ്ട് IAFT-യിൽ. അവരും അതെല്ലാം ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് ആണ്. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഐ ഡോണ്ട് തിങ്ക് വേറെ ഏതെങ്കിലും ഒരു MBA പ്രോഗ്രാമിന് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അത് വേണ്ട, ഒരു ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം ആണ് ചൂസ് ചെയ്യണേ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ജോബാണ് താല്പര്യം, ഫിനാൻസ് ജോബാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. സോ MBA ഇൻ ഇന്റർനാഷണൽ ബിസിനസ്സിൽ അതെല്ലാം ജനറൽ മാനേജ്മെന്റ് കവർ ആയതിനു ശേഷം മാത്രമേ ബാക്കി സ്പെഷ്യലൈസേഷനിലോട്ട് പോകുള്ളൂ. സോ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ല, ബട്ട് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ പറയുന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ആ ഒരു കോഴ്സിന് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി ഞാനും ഓഡിയൻസിനോട് പലരും ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഈ ആദ്യം അജയ് പറഞ്ഞ സംഭവം. ഈ IIMs എന്ന് പറയുന്നത് ഇപ്പം ദിസ് ഓൾഡ് IIMs തന്നെ ABC ഉണ്ട്, വേറൊരു ലീഗിലാണ്. ദെൻ കംസ് ലക്നോ, ദെൻ കംസ് ഇൻഡോർ, കോഴിക്കോട്, ദെൻ ഷില്ലോങ്. പിന്നെ ഈ ന്യൂ ജനറേഷൻ IIMs ഉണ്ട്, തേർഡ് ജനറേഷൻ IIMs ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ IIMs ഉണ്ട്. സോ ഇതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇൻ ടേംസ് ഓഫ് ഫെസിലിറ്റീസ്, ഇൻ ടേംസ് ഓഫ് ഫാക്കൽറ്റീസ്, അലൂമിനി ബേസ്ഡ് പ്ലേസ്മെന്റ്സ്, പാക്കേജ്, ഫീസിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് IIM എന്ന് പറഞ്ഞ IIM. പക്ഷെ പല ആൾക്കാരും, ഇപ്പൊ എനിക്കറിയാവുന്ന തന്നെ പല ആൾക്കാർക്കും കാറ്റ് അത്ര നന്നായില്ല. കാറ്റ് നന്നാവാത്തപ്പോ ദേ ആർ നോട്ട് ഈവൻ പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ് ബിക്കോസ് ദേ ആർ ലുക്കിംഗ് ഫോർ ദി നെക്സ്റ്റ് കാറ്റ്. കാരണം അവർക്ക് ഏതെങ്കിലും ഒരു IIM-ൽ കയറിയാൽ മതി. അവർക്ക് ഇപ്പൊ XLR കിട്ടിയാൽ പോലും IIM-ൽ നിന്ന് ചെയ്യണം എന്നുള്ളൊരു ഇത് കൂടുതലും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ പറയുമ്പോഴത്തേക്കും IIM-ൽ നിന്നാണോ പഠിച്ചത്, അല്ലെങ്കിൽ ഈവൻ ഇപ്പൊ ഒരു XLR കയറി എന്ന് പറഞ്ഞാലും അയ്യോ മോനെ IIM കിട്ടിയില്ല എന്നുള്ളൊരു ചോദ്യം ഫേസ് ചെയ്യേണ്ടെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ഞാൻ പറയാറുണ്ട്, ഇറ്റ്സ് നോട്ട് അബൌട്ട് അവരുടെ അടുത്ത് പറയുന്നതല്ല, ഇറ്റ്സ് അബൌട്ട് ഇൻഡസ്ട്രിയിലുള്ള നിങ്ങൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ദി കൈൻഡ് ഓഫ് കമ്പനീസ് ഫോർ കമ്മിങ് ടു ക്യാമ്പസ്, കേസ് കോമ്പറ്റീഷൻസ് ഓപ്പൺ ചെയ്യുന്നത്, ഇതൊക്കെയാണ് റെലവെന്റ് എന്ന് പറയുന്നുണ്ട്. സോ IAFT ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ എത്രത്തോളം വാല്യൂ IAFT-ക്ക് കിട്ടുന്നുണ്ട്? തീർച്ചയായും. സോ സൈൽ പറഞ്ഞ വളരെ കറക്റ്റ് പോയിന്റ് ആണ്. കാരണം എല്ലാവരും IIM എന്ന് പറയുന്ന ഒരു ടാഗിന് വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഇപ്പം ഞാനും MBA-ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് തന്നെയായിരുന്നു എന്റെ മനസ്സിൽ. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് ഒരു കോളേജ് സ്പെസിഫിക് ആണ്. ഇപ്പം അതാണല്ലോ ഇപ്പൊ ഇന്റർവ്യൂയുടെ ഉദ്ദേശം, IAFT-യെ പറ്റി ആൾക്കാരിലേക്ക് അറിവെത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതാണ് നിങ്ങൾ നോക്കുന്ന ടാഗ് എങ്കിൽ IAFT ഈസ് ഓൾസോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്. അപ്പോ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇപ്പൊ 22-ല് MBA കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു 2 years ആവാറായി, ഇപ്പൊ വർക്ക് ചെയ്ത് 18 months ആയി. എന്റെ ഒരു ഇത്രയുള്ള ഒരു മിനിമൽ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത് ആ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടാഗിനാണ് ഇമ്പോർട്ടൻസ്. സോ എല്ലാരും പറയുമ്പോൾ IIM എന്ന് പറഞ്ഞ ഷോർട്ടായി പറഞ്ഞാലും നമ്മൾ പുറത്തിപ്പോ നമ്മൾ ഒരാളുമായിട്ട്, ഇൻഡസ്ട്രിയിൽ ഒരാളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവര് നോക്കുന്ന ഒരിക്കലും IIM എന്ന് മാത്രമല്ല. IIM എന്ന് നമ്മൾ പറഞ്ഞ ആദ്യം അവർ ചോദിക്കുന്നത് വിച്ച് IIM എന്നായിരിക്കും ചോദിക്കുന്നത്, ഏത് IIM എന്നാ പഠിച്ചിറങ്ങിയത് ചോദിക്കുന്നത്. കാരണം അവിടെ അതെ, കാരണം അവിടെ അവര് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ വീട്ടുകാര്, നാട്ടുകാര്, അവർക്കൊക്കെ IIM എന്ന് കേട്ടാൽ മതിയാകും ഒരുപാട് ഒരു പരിധി വരെ.
അതെ പക്ഷെ നമ്മൾ അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഇറങ്ങുന്നത് ഇൻഡസ്ട്രിയിലേക്കാണ്, ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടൊരു ഇൻഡസ്ട്രിയിലേക്കാണ്. അതെ അവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കമ്പനി ജോയിൻ ചെയ്ത് വേറൊരു കമ്പനിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ലാസ്റ്റ് എഡ്യൂക്കേഷൻ ആണല്ലോ ഇത്, ഒരു MBA എന്ന് എക്സാക്ട്ലി. പറഞ്ഞാൽ പലരുടെയും ലാസ്റ്റ് മോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ദി കേസ് 99% കേസസിലും. അതെ. അപ്പൊ എവിടെയാ പഠിച്ചെന്ന് ചോദിക്കുമ്പം IIM എന്ന് പറഞ്ഞാല് അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ കുറച്ച് നാളായിട്ടുള്ള എല്ലാവരും തന്നെ ചോദിക്കുന്നത് ഏത് IIM എന്നാണ്. അപ്പൊ അവർക്ക് കയ്യിൽ എണ്ണാവുന്ന IIMs ആണ് അവരുടെ മനസ്സിൽ. അതിലാണെങ്കിൽ അവർ ഇൻട്രസ്റ്റ് ആണ്, അതിലല്ലെങ്കിൽ അവർക്ക് ഓക്കെ ഒരു IIM ആണെന്ന്. ഞാൻ ഇത് നെഗറ്റീവായിട്ട് പറയല്ല, പക്ഷെ അതാണ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത്. അതെ ഇങ്ങനെ ഒരു ചോദ്യം വരാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ IIFT ഒരു ഇക്വലൻ ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായി. ഇപ്പം IIM പോലെ തന്നെ, എന്നാൽ ഇതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കാറ്റഗറീസും ഇല്ല. IIFT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിൽ നിന്ന് MBA ചെയ്തു എന്ന് പറയുന്നതിന് ഐ വുഡ് സേ ടോപ്പ് IIMs ആ ടോപ്പ് 6 IIMs ചെയ്യുന്നതിന് തുല്യമായ ഒരു, അല്ലെങ്കിൽ ഒട്ടും മോശമല്ലാത്ത ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടും. ആ ഒരു ഇംപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത്. മനസ്സിലായി. ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം അജയ് പഠിച്ചപ്പോഴത്തേക്കും ബാച്ച് പ്രൊഫൈലിനെ കുറിച്ച്, കാരണം നമ്മുടെ ഓഡിയൻസിൽ കുറെ നോളജ്, ഇപ്പൊ അജയും ബിടെക് കഴിഞ്ഞാണ്. അപ്പൊ എനിക്ക് സ്ഥിരം കേൾക്കുന്ന ഒരു കംപ്ലൈന്റ്, ഞാൻ കൊണ്ടുവരുന്ന ആൾക്കാർ മൊത്തം ബിടെക് കഴിഞ്ഞ ആൾക്കാരാണ്. സോ BCom BA BBA ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഇതിൽ പറ്റുമോ എന്നുള്ളൊരു പൊതുവായ സംശയം വരുന്നുണ്ട്. അപ്പൊ ബാച്ചിൽ അങ്ങനെയുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ബാച്ച് ആണോ കാണാറുള്ളത്? പെൺകുട്ടികൾ എത്രത്തോളം വരുന്നുണ്ട്? ഈവൻ ഡൽഹിയിലായതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ കുറച്ച് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും. സോ അതില് എന്താണ് അജയുടെ ഒരു അഭിപ്രായം? ഇത് ഒരുപാട് നാളായിട്ട് ഈ ഒരു MBA ഇൻഡസ്ട്രിയിൽ ഓടി നടക്കുന്ന ചോദ്യമാണ്. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ ബിടെക് അല്ലാതെ ഏത് ഡിഗ്രി ആണോ കണ്ണും അടച്ച് അപ്ലൈ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് ഒരു ബിടെക്കാരനേക്കാളും ഒരു 5x 10x ചാൻസ് ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ ഒരു അതെ നോൺ ബിടെക് പേഴ്സണിന്. അതെ അതിന് കാരണം അവർ അത്രയും ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതും, അതെന്തിനാ അവര് പ്രൊമോട്ട് ചെയ്യുന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കണം. കാരണം അവർക്ക് മാനേജ്മെന്റിലേക്ക് വേറെ പ്രൊഫഷൻസിൽ നിന്നുള്ള ആൾക്കാർ വേണം. അതെ അപ്പൊ അതിന്റെ അർത്ഥം ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത് അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയാന്നല്ലേ, അല്ലെ കൂടുതലും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാന്നല്ലേ. അതെ അപ്പൊ നമ്മൾ അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ ഈ ഒരു ക്വസ്റ്റിനെ വാലിഡിറ്റി ഇല്ല അവിടെ. ഇപ്പൊ ബിടെക്കാരെ മാത്രം മതിയെങ്കിൽ അവരെന്തിനാണ് ഇവർക്ക് വേണ്ടി പ്രത്യേക സംവരണം വെക്കുന്നത്, ഇവർക്ക് പ്രത്യേകം വെയിറ്റേജ് കൊടുക്കുന്നത് ബിടെക് അല്ലാത്ത ഏത് ഡിഗ്രിക്കാർ? കാരണം ആ പ്രപ്പോഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഇവരെ കൊണ്ട് പറ്റും എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ അവർക്ക് ഈ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ അവരെ ഈ 2 കൊല്ലം പഠിപ്പിക്കുന്നതിന്. അതുകൊണ്ട് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനോട് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ള, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും ഒരു പ്രശ്നമല്ല. ഇപ്പൊ നിങ്ങൾ ആ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ MBA പ്രോഗ്രാം ഇസ് ഡിസൈൻഡ് എല്ലാവർക്കും വേണ്ടി ഈക്വലി. എല്ലാ പ്രൊഫഷൻസിൽ നിന്നും നമുക്ക് മാനേജ്മെന്റ് ആവശ്യമാണ്. അതിപ്പം ഒരു ബിടെക്കാരന് മാത്രമല്ല. ബട്ട് ആകെ പറയാനുള്ള ഒരു പോയിന്റ്, ചിലപ്പോൾ നിങ്ങൾക്ക് ചില സബ്ജക്ട്സിൽ കുറച്ചും കൂടി എഫേർട്ട് ഇടേണ്ടി വരും കമ്പയർഡ് ടു ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്. കാരണം എഞ്ചിനീയറിംഗിൽ മാത്സ് ത്രൂ ഔട്ട് പഠിപ്പിക്കുകയാണ്. നമുക്കിപ്പോ കാറ്റ് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് മാത്സ് ആണ്. അപ്പൊ മാത്സ് ഒരു ടച്ച് ഇല്ലാത്ത ആള് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സിമ്പിൾ ആണ്, ഈസിയാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഒരാളെയും ബോധർ ചെയ്യരുത്. അതായത് എന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ ഞാനൊരു BCom ആണ്, അപ്പൊ BComകാർക്ക് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു വലിയ ഫീൽഡ് തന്നെ അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുക കോമേഴ്സുകാർക്ക്. അതും അതിൽ അവർക്ക് MBA ഇൻ ഫിനാൻസ്, ഈവൻ IIFT ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ്സ്, ഏറ്റവും നല്ല പ്ലേസ്മെന്റ്സ് എനിക്ക് തോന്നുവാണെങ്കിൽ, പ്രത്യേകിച്ച് എന്റെ ഇയറിൽ കേട്ടോ, ഈ ഇയറിന്റെ കാര്യം ഐ എം നോട്ട് സോ ഷുവർ, പ്രത്യേകിച്ച് എന്റെ ഇയറിൽ ഫിനാൻസിലായിരുന്നു ഞങ്ങളുടെ ഏറ്റവും സൂപ്പർ പ്ലേസ്മെന്റ്സ് നടന്നത്, ഈവൻ മാർക്കറ്റിംഗ് കൂടുതൽ. അപ്പോ സോ എല്ലാ ബാക്ക്ഗ്രൗണ്ടുകാരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അവർ കുറച്ച് എഫേർട്ട് ഇനീഷ്യലി ഇടേണ്ടി വന്നാലേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആരും ബോധർ ചെയ്യരുത്, പ്രത്യേകിച്ച് ഇത് കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് ഇത് നിങ്ങളുടെ തലേന്ന് കളയുക. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഒരു ക്വസ്റ്റ്യൻ എനിക്കുള്ള, ഞാൻ ഇത്തവണത്തെ പ്ലേസ്മെന്റ് റിപ്പോർട്ട് കണ്ടിരുന്നു IIFTയുടെ 2023 ബാച്ചിന്റെ. ഭയങ്കര അടിപൊളി പ്ലേസ്മെന്റ് ആണ്. അതായത് ഒരു SPG ABC ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു 29 lakhs ആവറേജും പിന്നെ മീഡിയനും ഏതാണ്ട് 27 പോയിന്റ്, അതായത് സ്റ്റെല്ലാർ പ്ലേസ്മെന്റ്സ് ആണ്. അതായത് ടോപ്പ് 5 ലെവൽ ഒരു പ്ലേസ്മെന്റ്സ് ആണ് ഇത്തവണ റിപ്പോർട്ടിലുള്ളത്. പക്ഷേ എനിക്കുള്ള ഒരു ചോദ്യം, IIFTക്ക് ഡൽഹിയിൽ ഒരു ക്യാമ്പസ് ഉണ്ട്, കൊൽക്കത്തയിൽ ക്യാമ്പസ് ഉണ്ട്, കാക്കിനഡയിൽ ഒരു ക്യാമ്പസ് ഉണ്ട്.
ഇത് മൂന്നും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തൊക്കെ രീതിയിലാണ്? ഒരാൾക്ക് കൊൽക്കത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് എടുക്കുന്നത് ഡൽഹിയുടെ ഇക്വലന്റ് ആയിട്ട് അത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇത് ഞാൻ ജോയിൻ ചെയ്യാൻ നേരത്തും എനിക്കുണ്ടായിരുന്ന ഡൗട്ടാണ്. ഞാൻ ഒരുപാട് പേരുടെ ഇൻപുട്സ് എടുത്തിട്ടാണ് ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തത്. ഞാൻ എന്റെ ക്യാമ്പസ് കൽക്കട്ടയാണ്, എന്റെ ക്യാമ്പസ് ഓക്കെ ഡൽഹി അല്ല. ഓക്കെ സോ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഇതിന് ആപ്റ്റ് പേഴ്സൺ ഇതിനൊരു ഉത്തരം തരാൻ. ഞാൻ ഓക്കെ എന്തുകൊണ്ട് ആ ക്യാമ്പസ് ചൂസ് ചെയ്തു? ആ സമയത്ത് ഇതേ ചോദ്യം ഉണ്ടായിരുന്നു, ഇത് ഡൽഹിയോടൊപ്പം ആണോ, കൽക്കട്ട ക്യാമ്പസിനെ വേറെ ആയിട്ടാണോ ട്രീറ്റ് ചെയ്യണേ? ഞങ്ങൾ പഠിക്കുമ്പോൾ കാക്കിനാട ക്യാമ്പസ് ഇല്ല, അത് ഈ കൊല്ലം തുടങ്ങിയത്. ഓക്കെ IIFTയുടെ കേസിൽ എനിക്ക് പറയാനുള്ള, ഞങ്ങൾ പഠിക്കുമ്പോഴും പ്ലേസ്മെന്റ്സ് എല്ലാവർക്കും കോമൺ ആണ്. ഓണം. ഓക്കെ, സോ പ്ലേസ്മെന്റ്സ് കോമൺ ആണ് എന്ന് മാത്രമല്ല, ഒരേ ഫാക്കൽറ്റിയാണ് നമുക്ക് ഡൽഹിയിലും കൽക്കട്ടയിലും. ഓക്കെ ചിലപ്പോ ഉണ്ടാവും ചില ഫാക്കൽറ്റീസ് അവിടെ മാത്രമായിട്ടുള്ളത്, പക്ഷെ ഓൾ റൗണ്ട് ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓൺലൈൻ ആയിരുന്നു. സോ എല്ലാം ഒന്നിച്ചായിരുന്നു, ഓക്കെ പ്ലേസ്മെന്റ്സും ഓൺലൈൻ ആയിരുന്നു, എല്ലാം ഒന്നിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ ക്യാമ്പസിൽ എന്റെ ജൂനിയേഴ്സ് പഠിച്ചിറങ്ങുമ്പം അവര് IIFTയിൽ വർഷങ്ങളോളം നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, കൽക്കട്ട ക്യാമ്പസിൽ നിന്ന് എല്ലാവരും കൂടി ഡൽഹി ക്യാമ്പസിൽ പോയി അവർക്ക് കോമൺ ആയിട്ടുള്ള പ്ലേസ്മെന്റ്സ് നടക്കുക ചെയ്യുന്നു. ഓക്കെ അപ്പോ അങ്ങനെ ആ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ഒരു ഡിഫറൻഷിയേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെ ഈ 3 ക്യാമ്പസ് ആയി പോകുന്നത് റാങ്ക് മെറിറ്റിന്റെ ബേസിസിലാണ്. അതെ മെറിറ്റിന്റെ ബേസിൽ ടോപ്പ് 100, എക്സാമ്പിൾ ആയിട്ട് ചിലപ്പോൾ 200 ഡൽഹി ക്യാമ്പസിലെ, 200 കൽക്കട്ട ക്യാമ്പസിലെ, 200 കാക്കിനാട ക്യാമ്പസിൽ. കാരണം അവർക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഒരു കാരണം വേണം. പക്ഷെ പഠിപ്പിക്കുന്ന കരിക്കുലം, അത് കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്ലേസ്മെന്റ്സ്, അറ്റ്ലീസ്റ്റ് ഞാൻ പഠിച്ചിറങ്ങുന്നവരെ എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ തോന്നിയിട്ടില്ല. മനസ്സിലായി. എന്നിരുന്നാൽ ഒരു പോയിന്റ് പറയേണ്ടതുണ്ട്, കാരണം അത് പറഞ്ഞില്ല ശരിയല്ല. കാരണം ഇപ്പം ഒരു കയ്യിലെണ്ണാവുന്ന കമ്പനീസ്, 2-3 കമ്പനീസ്, അവർക്ക് പല കമ്പനികൾക്കും പ്ലേസ്മെന്റിന് പല പോളിസീസ് ഉണ്ട്, മനസ്സിലായി. റൈറ്റ്? അപ്പൊ അവർക്ക് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഹയർ ചെയ്യണമെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഇത്രയും കൊല്ലത്തെ ലെഗസി വേണം ഓക്കെ എന്ന് അവര് നിർബന്ധം പറയുകയാണെങ്കിൽ, നമ്മുടെ IIFT ഡൽഹിയാണ് നമുക്ക് ഏറ്റവും പഴയത്. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി പറയാണ്, മോർ ദാൻ 15 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതിൽ മനസ്സിലായി. IIFT ഡൽഹി മാത്രമേ വരുള്ളൂ. കൽക്കട്ട റിലേറ്റീവ്ലി പുതിയ ക്യാമ്പസ് ആണ്, കാക്കിനാട് ഇപ്പൊ വന്നതേ ഉള്ളൂ. പക്ഷെ അതെ അത് വരുന്ന അത്രയും കമ്പനീസിൽ 1-2 ഉണ്ടാകത്തുള്ളൂ. സോ അത് മനസ്സിലായി. നമുക്കൊരു ഡിഫറൻസ് വരുത്തുന്നു. മനസ്സിലായി. ഒരു കാര്യം, ഏത് ക്യാമ്പസിലാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ടോപ്പ് 10% നിൽക്കാൻ ശ്രമിക്കുക എപ്പോഴും. പിന്നെ നമ്മൾ സേഫ് ആണ്. അതെ അപ്പൊ ബെസ്റ്റ് കമ്പനി എന്തായാലും വരും, ഒരേപോലെ നമുക്ക് ഇരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടും. അവര് ഹയർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിഫറൻഷിയേഷൻ ഇല്ല ക്യാമ്പസിനെ വെച്ചിട്ട്. ആ ക്യാമ്പസിലെ ടോപ്പ് 10%-ലാണോ നിങ്ങൾ, പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. സോ ആ ഒരു പോയിന്റ് മാത്രം മൈൻഡിൽ വെക്കുക. ഏത് ക്യാമ്പസിലാണോ അവിടുത്തെ ടോപ്പ് 10%, അവിടെ കോമ്പറ്റേറ്റീവ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായി. അപ്പോ ഓക്കെ, ആ ഒരു ക്യാമ്പസിന്റെ ഡിഫറൻസ് എനിക്ക് കുറെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇനി ഉള്ള ഒരു കീ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പുതിയൊരു കോഴ്സ് ഞാൻ അവരുടെ ഇതിൽ കാണുന്നുണ്ട്, IIFT MBA ഇൻ ബിസിനസ് അനലറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു വെരി ന്യൂ ആണ്. അത് ഏത് വർഷം തുടങ്ങിയെന്നുള്ള ഞാൻ കുറെ റിസർച്ച് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ഇന്റർനെറ്റിൽ ഒന്നും അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല. അജയ് ഉള്ള സമയത്ത് ആ ഒരു ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടായിരുന്നു. 60 ആണ് അതിന്റെ ബാച്ച് സൈസ് കാണുന്നത്. എന്താണ് അതിന്റെ ഒരു? ഇല്ല, ഞാനുള്ളപ്പം ആ കോഴ്സിലെ MBA ഇൻ ഇന്റർനാഷണൽ ബിസിനസ് മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ. അതെ, ഓക്കെ അത് റിലേറ്റീവ്ലി ന്യൂ ആയി. ഇപ്പൊ മേ ബി ഈ ദിസ് ഇയർ അല്ലെങ്കിൽ കഴിഞ്ഞ ഇയർ തുടങ്ങിയായിരിക്കും. ഈ കോഴ്സ് ആക്ച്വലി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻക്ലൂഡിങ് IIMs, പിന്നെ NMIMSന്റെ ഒരു കുറെ നാളായിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്, MBA അല്ല PGDM ഇൻ ബിസിനസ് അനലിറ്റിക്സ്. അതെ. ഈ ഒരു കോഴ്സ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉള്ളതാണ്. പക്ഷെ ബാംഗ്ലൂർ ഇവിടുത്തെ സ്റ്റാർട്ട് IIFT ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കയറിയ സമയം. ബാംഗ്ലൂർ നമ്മൾ കയറിയ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ബാംഗ്ലൂർ, ബാച്ച് PGDBA. അതെ PGDBA, അതെ എക്സാക്ട്ലി. അപ്പം ഈ ഒരു കോഴ്സിൽ, എന്റെ കോളേജിൽ ഈ ഒരു കോഴ്സിന്റെ കാര്യത്തിൽ ഞാൻ അത്ര എനിക്ക് അതിൽ അറിവില്ല. അതുകൊണ്ടത് മേ ബി ഇപ്പം കറന്റ്ലി അവിടെ പഠിക്കുന്ന ആരെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും അതിനെ പറ്റി കൂടുതൽ. പക്ഷെ എനിക്ക് ജനറൽ ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുക ബ്രോഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യാന്നുള്ളതാണ്. കാരണം ബിസിനസ് അനലിറ്റിക്സ് ഇപ്പൊ എന്റെയും കുറെ ഫ്രണ്ട്സ് അത് പെർസ്യൂ ചെയ്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ NMIMSലും IIMSലും ഒക്കെ ബിസിനസ് അനലിറ്റിക്സ് പെർസ്യൂ ചെയ്തവരുണ്ട്. അപ്പൊ അവരും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് മറ്റേത് ആയിരുന്നിരിക്കാം ബെറ്റർ. ഇപ്പൊ ഞാനൊരു ബ്രോഡ്
ഏരിയ കവർ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പം ഞാനൊരു PGDM എടുത്തിരുന്നെങ്കിൽ ഇൻ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഒരു MBA ഇപ്പം IIFT പോലെ ഇന്റർനാഷണൽ ബിസിനസ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ഡൊമൈൻസ് ഓപ്പൺ ആണ്. മനസ്സിലായി. ഇപ്പൊ ബിസിനസ് അനലിറ്റിക്സ് ഇത് ഈ പ്രോഗ്രാം തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ ആണ് അല്ലെ ബിസിനസ് അനലിറ്റിക്സിൽ. എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിന് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാന്നല്ല, ബിസിനസ് അനലിറ്റിക്സ് ഒരു വെരി വൈഡ് ഡൊമൈൻ ആണ്. പക്ഷെ വാട്ട് ഇഫ് നമുക്കതില് കോഴ്സ് പഠിച്ചു തുടങ്ങി അല്ലെ ഒരു ജോലി ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് അതല്ല നമ്മുടെ ഫീൽഡ് എന്ന്, കാരണം അത് എപ്പോ വേണേ സംഭവിക്കാം. നമ്മുടെ ഫീൽഡ് മനസ്സിലാവണമെങ്കിൽ പല പല ഫീൽഡിൽ കൂടെ പോയി നോക്കിയാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കരിയർ ചേഞ്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഒരു ഡ്രോബാക്ക് ആയാലോ എന്ന് എന്റെ ഒരു തോട്ടാണ്. ജനറൽ മാനേജ്മെന്റിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഡൊമൈൻസ് എക്സ്പ്ലോർ ചെയ്ത് ഇഷ്ടമുള്ള സാധനം ചൂസ് ചെയ്യാൻ 2 വർഷം സമയം നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. മനസ്സിലായി. അപ്പൊ നമുക്ക് അതിൽ ഇഷ്ടപ്പെടുന്നതിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാം. അനലിറ്റിക്സിൽ ഇപ്പം IIFT ആക്ച്വലി എനിക്കൊരു മൈനർ സബ്ജക്ട് IT ആയിരുന്നു, അനലിറ്റിക്സ് ആയിരുന്നു. സോ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാ MBA കോഴ്സസിനും IT ഉണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. അങ്ങനെയാണ്. സോ അതും ഒരു ഓപ്ഷനാണ്. അപ്പം അനലിറ്റിക്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് IT വേണമെങ്കിൽ മേജർ ചെയ്യാൻ പറ്റുന്ന ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാംസ് നോക്കുക, അല്ലെങ്കിൽ അതിലൊരു മൈനർ ചെയ്തിട്ട് അനലിറ്റിക്സ് എപ്പോഴും നമുക്കൊരു MBAയുടെ കൂടെ ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അതിനെ ഒരു ഡിഫറെന്റ് കോഴ്സ് ആയിട്ടോ നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ. സോ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ആ പ്രോഗ്രാം അവിടെ ഓപ്പൺ ആണോ, ന്യൂ പ്രോഗ്രാം ആണ്. അപ്പൊ ഒരുപാട് അങ്ങനെ ഒരു സക്സസ് സ്റ്റോറീസ് ഒന്നും അറിയാനുണ്ടാവില്ല. പക്ഷെ IIFT ബ്രാൻഡ് ഒക്കെ വെച്ചിട്ട് എനിവേ ഇറ്റ് വിൽ ബി ഡൂയിങ് ഗുഡ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക അല്ലെ മോസ്റ്റ്ലി. പക്ഷെ എന്റെ 2 സെൻസ് ഇങ്ങനെയാണ്. ഞാൻ ഈ പറഞ്ഞ ഓൾവേസ് നമ്മളൊരു വൈഡർ ഇത് ചൂസ് ചെയ്താൽ പിന്നെ നമുക്ക് നാരോ ചെയ്യാൻ എളുപ്പമാണ്. ഒരിക്കലും നാരോ ചെയ്യുന്ന തുടങ്ങാതിരിക്കുക, കാരണം പിന്നെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും നമ്മളിപ്പോ വേറൊരു ഡൊമൈനിലേക്ക് പോകാനാണെങ്കിൽ. ഡെഫിനറ്റ്ലി. ഇനി അജയ് കോവിഡിന്റെ ടൈമിൽ കുറെ ഓൺലൈൻ ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ദെൻ ആൾക്കാർക്ക് ക്യാമ്പസിനെ കുറിച്ച് അറിയാൻ കുറച്ച് താല്പര്യം ഉണ്ടാവും. ബോത്ത് ഡൽഹി ആൻഡ് കൊൽക്കത്ത. എന്താണ് ക്യാമ്പസ്, എന്താണ് അതിന്റെ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്റ്റൽസ് ഉണ്ടോ, ഇനി പുറത്താണോ ഹോസ്റ്റൽസ്, അതിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ തരും. അറ്റ്ലീസ്റ്റ് അജയ്ക്ക് കുറച്ചുകൂടെ നമ്മളെക്കാളും ഐഡിയ ഉണ്ടാവും. കാരണം നമ്മൾ 2 വർഷം നിന്ന് പഠിക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ്. അപ്പോൾ അത് എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. ക്യാമ്പസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പം IIFT കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മേജർലി ഓൺലൈൻ ആയിരുന്നു. പക്ഷെ എന്നാലൊരു കുറച്ച് ഒരു 4-5 months സെക്കൻഡ് ഇയറിന്റെ അവസാനം പോയി ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നാണ് താമസിച്ചത്. അപ്പം ഞാൻ കൽക്കട്ട ക്യാമ്പസ് ആയിരുന്നു. ഡൽഹി ക്യാമ്പസ് ഞാൻ കാണുന്നത് ഗ്രാജുവേഷന്റെ സമയത്ത് ഞങ്ങളുടെ സെറമണി എല്ലാം ഡൽഹിയിലായിരുന്നു. അപ്പോ ക്യാമ്പസ് വൈസ് നോക്കുകയാണെങ്കിൽ കൽക്കട്ട ക്യാമ്പസ് ഇത് ഡൽഹി ക്യാമ്പസിനേക്കാളും വലുതാണ്, ഗ്രീനർ ആണ്, ക്യാമ്പസ് ബ്യൂട്ടിഫുൾ ആണ് ഡൽഹി ക്യാമ്പസ്. കാരണം ഡൽഹി ക്യാമ്പസ് കാരണം ഡൽഹിയാണ്, അറിയാലോ, ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. എന്നാലും ഫെസിലിറ്റീസ് എല്ലാം ടോപ്പ് ക്ലാസ് ആണ്. ഇപ്പം ഞങ്ങളുടെ റൂംസ് ആണെങ്കിലും സിംഗിൾ റൂംസ് ആയിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത്. സിംഗിൾ റൂംസ് വിത്ത് ബാൽക്കണി. മെസ്സിലെ ഫുഡ് എല്ലാം ഇത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും ആ ഹോസ്റ്റൽ ലൈഫിനെ മോശം പറയത്തില്ല. കാരണം ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഫുള്ളി റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ് IIFT. എന്തായാലും താങ്കൾ അറിയായിരിക്കുമല്ലോ, മിക്ക പ്രോഗ്രാംസും അങ്ങനെയാണ്, ഡൽഹിയിലെ ആണെങ്കിലും അങ്ങനെ. അപ്പോ ക്യാമ്പസ് വൈസ് കൽക്കട്ട ക്യാമ്പസ് ഇൻ പെർട്ടിക്കുലർ നല്ല ഭംഗിയാണ്. നമുക്ക് ഹോസ്റ്റലിന്റെ ഒരു നടുക്കൊരു വലിയ ലേക്കും അതിനെ ചുറ്റി ഹോസ്റ്റൽസും അക്കാഡമിക് ബ്ലോക്കും. നമ്മുടെ ഹോസ്റ്റലിന്റെ നടുക്ക് നമുക്ക് ബാഡ്മിന്റൺ കോർട്സും 2 ബാഡ്മിന്റൺ കോർട്സും, അങ്ങനെ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. ഈവൻ ഡൽഹി ക്യാമ്പസിലും ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല. ഞാൻ ആകെ പറഞ്ഞത് ആ ഏരിയ വൈസ് കുറച്ചും കൂടി ഒരു ആംബിയൻസ് നമുക്ക് കൽക്കട്ട ക്യാമ്പസിലാണ്. ഡൽഹി ക്യാമ്പസ് ഒട്ടും മോശമല്ല. ഓൾ ഫെസിലിറ്റീസ് ടോപ്പ് നോച്ച് ആണ്. നമുക്കിപ്പോ റിസർച്ച് ഫെസിലിറ്റീസ് ആണെങ്കിലും, റിസർച്ചിന് ഒരുപാട് ആൾക്കാർ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഈ ഫോറിൻ ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടും മിനിസ്ട്രേറ്റ് ആയതുകൊണ്ടും ഒരുപാട് പേര് റിസർച്ച് ചെയ്യുന്നുണ്ട്, റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ എല്ലാ ഫെസിലിറ്റീസും നമുക്കും യൂസ് ചെയ്യാം. സോ ആ കാര്യത്തില് ടെൻഷൻ അടിക്കുകയേ വേണ്ട. അത് ഏതൊരു IIM ഒപ്പം നിൽക്കുന്ന അതേ ഫെസിലിറ്റീസ് ആൻഡ് ഒരു ലക്ഷറിയസ് ഹോസ്റ്റൽ ലൈഫ് ആണ് ആക്ച്വലി. അതൊരു ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി. പക്ഷെ ഡൽഹിയിൽ ഞാൻ FMS ഞാൻ ഇപ്പൊ ഡൽഹിയിൽ ഉണ്ടായിരുന്നു 2-3 months. അപ്പൊ ഞാൻ FMS പോയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു ഒരു സ്റ്റുഡന്റിനെ. അപ്പൊ FMS ശരിക്കും ക്യാമ്പസ് ലൈഫേ ഇല്ല, ഇൻ ദ സെൻസ് ഒരു ഹോസ്റ്റലേ ഇല്ല.
എന്നുള്ള രീതിയിലാണ്. ജസ്റ്റ് ഒരു ചെറിയ ബിൽഡിംഗ് ആണ്. ആ ഒരു ലെവലല്ലോ ഡൽഹിയിലെ ക്യാമ്പസ് എന്ന് പറയുന്നത്. IFT ക്യാമ്പസ് ഈസ് അവിടെ അകത്ത് തന്നെ ഹോസ്റ്റലും കാര്യങ്ങളും എല്ലാം എല്ലാം ഇതുണ്ടല്ലോ അല്ലെ. ഇറ്റ്സ് നോട്ട് ലൈക്ക് FMS ഐ ബിലീവ്. അല്ലല്ല, ഈവൻ IFT ഡൽഹിയിലും എല്ലാം റെസിഡൻഷ്യൽ ആണ്. പക്ഷെ ആസ് ഐ സെഡ്, ഞാൻ കൂടുതലും നിന്നത് കൽക്കട്ട ക്യാമ്പസിലാണ്. അപ്പം എന്റെ അഫെക്ഷൻ അവിടെയാണ്. അപ്പൊ അതെ, മനസ്സിലായി. അറിയാതെ ഇത് വന്നു പോകും. So അതുകൊണ്ടാണ് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് IFT കൽക്കട്ടയിലെ ലൈഫ് ഒരിക്കലും മോശമാവില്ല എന്നുള്ളതാണ്. അതെ. സോ യാ. മനസ്സിലായി. ഇനി ടുവേർഡ്സ് ക്ലോസ് നോട്ട്, ഫാക്കൾട്ടീസിനെ കുറിച്ച് എന്തെങ്കിലും, അതായത് ഫാക്കൾട്ടീസ് കുറെ ഡൽഹിയിലാണ്, കുറെ ടോപ്പ് നോച്ച് ഫാക്കൾട്ടീസ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഐ മീൻ ഒരുപാട് റെപ്യൂട്ടഡ് പൊസിഷൻസിൽ ഗവൺമെന്റിലൊക്കെ ഇരുന്ന ആൾക്കാർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സോ എങ്ങനെയാണ് അവിടുത്തെ ഒരു ക്ലാസ് റൂം ഫാക്കൾട്ടി പ്രോഗ്രാം, ടീച്ചിങ് പെഡഗോജി വൈസ്, അല്ലെങ്കിൽ ഇപ്പം IIM ഉദയ്പൂർ 100% അക്കാഡമിക്സ് അറ്റൻഡൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഇൻ ടേംസ് ഓഫ് അക്കാഡമിക്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ, അതായത് ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പൊതുവെ ഒരു വെയിറ്റേജ് ഓഫ് IFT? യെസ്. സോ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് നമുക്കൊരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഒരു ഫീലാണ് അവിടെ. ഓക്കെ. നമ്മൾ ഏതൊരു അണ്ടർ ഗ്രാജുവേഷൻ നമ്മളിപ്പോ കേരളത്തിലെ ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിച്ചാലും ഞാൻ പറഞ്ഞ അത്രയും അങ്ങോട്ട് ലീനിയന്റ് ആയിട്ട് എടുക്കരുത്. പക്ഷെ ഞാൻ പറയാം, കമ്പയർഡ് ടു IIMs നമുക്കൊരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ഫീൽ അവിടെ കിട്ടും. അതായത് നത്തിങ് ഇസ് അത്രയും ഇൻജന്റ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല. എന്നാൽ ഫാക്കൽറ്റി എല്ലാം, ഇപ്പം സായില് ചോദിച്ചത് ഫാക്കൽറ്റിയുടെ കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരുപാട് ടോപ്പ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഗവൺമെന്റിൽ പോലും ഒരുപാട് അഡ്വൈസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റി നമുക്കുണ്ട്. അവരെല്ലാം IFT ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ കോമൺ ആണ്. ഓക്കെ. ഈ ഡോക്ടേഴ്സ് എല്ലാം അവരെ നമുക്ക് കോമൺ ഫാക്കൽറ്റി ഉണ്ട് ഒരുപാട് പേര്. എന്നാൽ പോലും നമുക്ക് ഇൻഹൗസ് ആയിട്ട് ഇപ്പം ഡൽഹിയിലും കൽക്കട്ടയിൽ തന്നെ ഇൻഹൗസ് ഫാക്കൽറ്റി വൈസ് നമുക്ക് ഒരിക്കലും ഒരു പ്രോബ്ലം വരത്തില്ല. കാരണം അവർ അത്രയും അക്രഡിറ്റേഷൻ ഉള്ളവരാണ്. കാരണം അവർ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ഒരുപാട് പേപ്പേഴ്സ് ചെയ്യുന്നവരാണ്, ഇങ്ങനെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. സോ ആ ഒരു ടീച്ചിങ് പെഡഗോഗിയിൽ ഒരു കുറവും IFT നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓൺലൈൻ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായി. കാരണം ഒരുപാട് ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാർ, കാരണം അന്ന് നമുക്ക് ഇതേപോലെ സൂം മീറ്റിംഗ്സ് ആയിരുന്നല്ലോ ക്ലാസ്സുകളെല്ലാം. സോ ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് ഓരോരോ സബ്ജക്ട്സ് ടേക്കപ്പ് ചെയ്ത്, ഇപ്പൊ മാർക്കറ്റിംഗിലാണെങ്കിൽ നമുക്കിപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബിറയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് മാനേജർ വന്ന് ഞങ്ങളുടെ ഒരു ഫുൾ കോഴ്സ് എടുക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പുള്ളി ഇപ്പൊ ആക്ച്വലി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ക്ലാസ്സിൽ വന്ന് പറഞ്ഞു തരിക. നമ്മുടെ ഓരോ ഐഡിയാസ് പുള്ളി അവിടെ പോയി ഇംപ്ലിമെന്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും നോക്കുക. അങ്ങനെ ഫുള്ളി ഒരു ആക്ടിവിറ്റി ഫിൽഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രി എക്സ്പേർട്സ് വന്ന് സെഷൻസ് എടുക്കുന്നുണ്ടായി. അത് ഐ തിങ്ക് ഇപ്പോഴും അത് നടക്കുന്നുണ്ടാവും. ഈവൻ ദോ ഓഫ്ലൈൻ ആകുമ്പോ കുറച്ചും കൂടി രസമാണ്. അപ്പൊ ഇപ്പോഴും അത് നടക്കുന്നുണ്ടാവും എന്തായാലും IFT-ല്. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഫാക്കൽറ്റി വൈസ് ഓൾസോ നമുക്ക് വറി ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് അതൊരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയത്. അതെ, മനസ്സിലായി. ഓൾസോ എക്സ്ട്രാ കരിക്കുലറിനെ കുറിച്ചും കൂടെ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ഇത് ചെയ്യാം. എന്തൊക്കെയാണ് അവിടുത്തെ പ്രോഗ്രാം, ഫെസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച്? എക്സ്ട്രാ കരിക്കുലർ, അതൊരു വളരെ നല്ല ചോദ്യമാണ്. ഞാൻ 2 കൊല്ലത്തിലെ ഏറ്റവും മിസ് ഔട്ട് ചെയ്തതും അതായിരിക്കും. കാരണം ഓൺലൈൻ ആയിരുന്നു. എന്നിരുന്നാൽ നമ്മുടെ എല്ലാ കോളേജിലും ഉള്ള പോലെ ക്ലബ്സ് എണ്ണി തീർക്കാൻ പറ്റത്തില്ല, അത്രയും ക്ലബ്സ് ഉണ്ടാവും. ഞങ്ങൾ അവിടെ പോകുമ്പോ കളിയാക്കായിരുന്നു, തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ക്ലബ്ബാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും. എല്ലാ ക്ലബ്സും ആക്റ്റീവ് ആണ്. പിന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ്, അത് ടു ആൻ എക്സ്റ്റെന്റ് നമ്മളെ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സിന് പോകുമ്പം, അതും അണ്ടർ ഗ്രാഡ് കഴിഞ്ഞ ഉടനെ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവരതില് കൂടുതൽ ഇൻവോൾവ് ആവാൻ നോക്കും. പക്ഷെ ഒരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണെങ്കിൽ അതെപ്പോഴും അവർക്ക് സെക്കൻഡറി ആയിരിക്കും. പക്ഷെ അത് ഇല്ലാന്നല്ല, ഇപ്പം വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നു. എനിക്കതിൽ പറയാൻ അധികം ഇല്ലാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ എന്റെ കോഴ്സ് ഓൺലൈൻ ആയിരുന്നു. അപ്പം ഒരുപാട് അതില് ഇൻവോൾവ് ആവാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും എന്റെ ജൂനിയേഴ്സിന്റെ ഒക്കെ പോസ്റ്റുകൾ നിരവധി കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നത്. പിന്നെ ഈ 3 ക്യാമ്പസ് ഉള്ളതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഇവര് തമ്മില് ക്യാമ്പസുകൾ തമ്മിൽ ഇന്റർ ക്യാമ്പസ്. പിന്നെ നമുക്കിപ്പം ഞങ്ങൾ കൽക്കട്ടയിലായിരുന്നപ്പം IIM കൽക്കട്ട ഉണ്ട്.
അപ്പം IIM കൽക്കട്ടയും IFT കൽക്കട്ടയും നമുക്ക് തമ്മില് ഇങ്ങനെ ഈ സ്പോർട്സ് ആൻഡ് ആർട്സ് കോമ്പറ്റീഷൻസ് നടത്താറുണ്ടായിരുന്നു. ഞങ്ങൾ കേട്ടു, ഞങ്ങൾക്ക് അതിനുണ്ടായ ഭാഗ്യം ഉണ്ടായില്ല. ഓക്കെ. അതും അങ്ങനെയും ആക്റ്റീവ് ആണ് കോളേജ് എന്തുകൊണ്ടും. മനസ്സിലായി. സോ എനിക്ക് മെയിൻ ആയിട്ട് കവർ ചെയ്യാനുള്ളതൊക്കെ ഞാൻ കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. കോളേജിനെ കുറിച്ച്, ക്യാമ്പസ് ലൈഫ്, എക്സ്ട്രാ കരിക്കുലർ, അവിടുത്തെ പ്ലേസ്മെന്റ്സ്, പ്രോഗ്രാം, ടീച്ചിങ്, പെഡഗോജി ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നോട്ടിൽ നമ്മളുടെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് നാളെ തീരുകയാണ്, IFTയുടെ ഒരു ഡെഡ് ലൈൻ തീരുകയാണ്. സോ ഹോപ്പ്ഫുള്ളി വി ആർ തിങ്കിങ് ലൈക്ക് ഒരു ഓൾഡ് IIMസിന്റെ ലെവലിലുള്ള ഒരു കട്ട് ഓഫ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളത്. സോ ചില ആൾക്കാർ പല ആശങ്കകളും കൊണ്ട് ചിലപ്പോൾ അപ്ലൈ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ഇനിയിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് IIM അല്ല, അപ്പൊ അതിന്റെ അങ്ങനെയൊക്കെ കുറെ ഇതുണ്ടാവും. സോ അവരോട് ലാസ്റ്റ് നോട്ടിൽ നമുക്കൊരു ക്ലോസിംഗ് നോട്ടിൽ അജയ്ക്ക് എന്താണ് പറയാനുള്ളത്? ലാസ്റ്റ് തോട്ടിൽ എനിക്ക് ആദ്യം ഓർമ്മ വന്നത്, നമ്മൾ ആസ് യൂഷ്വൽ ഇതും ലാസ്റ്റ് മിനിറ്റ് ആണ് നമ്മുടെ സെഷൻ നടത്തുന്നത്. സത്യം. നാളെ പക്ഷെ എന്നാലും എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്യാനും അതിന്റെ ആ ഒരു ഇന്റർവ്യൂ ഒരു ടേക്ക് അവേ ആയിട്ട് എനിക്ക് പറയാനുള്ള ആ ഇന്റർവ്യൂ പ്രോസസ് അതൊരു മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും അതൊന്ന് അറ്റംപ്റ്റ് ചെയ്യണം. കാരണം ആ അത്രയും ഇൻഡസ്ട്രി എക്സ്പെർട്സ്, ഫാക്കൽറ്റി മാത്രമല്ല, ഗവൺമെന്റ് അഡ്വൈസേഴ്സ്, അവരൊക്കെയാണ് നമ്മുടെ ഇന്റർവ്യൂ നടത്തുന്നത്. ആ ഇന്റർവ്യൂ പ്രോസസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ IFTയുടെ പ്രോസസ്സ് നടക്കുന്നത്. അത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഇത് കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിനെ പറയുന്നത് കണ്ണടച്ച് അപ്ലൈ ചെയ്യാം. പിന്നെ എല്ലാം നമുക്ക് ഈ ഡിസിഷൻ എടുക്കാൻ ഒരുപാട് ടൈം ഉണ്ട് ഇനി, അല്ലെ? ഇപ്പം സാഹിൽ ഇരിക്കുന്നതാണെങ്കിൽ മെന്റർ ചെയ്യാനാണ്, ആ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനാണ്. അതിനുള്ള ടൈം ഇനി കിടക്കാണ്. പക്ഷെ ഇപ്പൊ കൊടുക്കാനുള്ള ഒരേ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുക, മാക്സിമം അപ്ലൈ ചെയ്യുക. ആ ടോപ്പ് കോളേജസ് എല്ലാം എടുത്തു വെച്ചാൽ അത് അപ്ലൈ ചെയ്യുക. IFT ഒരിക്കലും മിസ് ഔട്ട് ആവരുത് ആ ആപ്ലിക്കേഷൻ. ഇനിയിപ്പോ സമയം കുറവാണെന്ന് എനിക്കറിയാം, എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ആയിരുന്നു നേരത്തെ വരാൻ പറ്റായിരുന്നത്. സോ ഈ ഉള്ള സമയം ഇനി അത് ചെയ്യാനുള്ള ചാൻസ് നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ അത് ചെയ്യുക. ബാക്കി ഡിസിഷൻസ് എല്ലാം വഴിയെ വന്നോളും. നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ചോദിച്ച് നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേറ്റഡ് ഡിസിഷൻ എടുക്കാം. പക്ഷെ എന്തുകൊണ്ടും MBA പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്. ആൻഡ് നിങ്ങൾക്കൊരു ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഒരു ടാഗ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഈക്വലൻ ടു ടോപ്പ് IIMസിന്റെ ടാഗ് നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ അതേപോലെയുള്ള പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ എടുത്ത് പറയുന്നു, വേറെ ഒരു കോളേജിലും കിട്ടാത്ത ഒരു ഫീൽഡ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഏതാണ്? ട്രേഡ്. അപ്പോ അത് ചിലവർക്ക് അത് ഭയങ്കരമായിട്ട് ആ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഫീൽഡാണ്. അത് അവര് അതിലേക്ക് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ബാച്ചിൽ തന്നെ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് തരുന്ന ഒരു കോളേജാണ്. അതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ തന്നെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ബാക്കിയെല്ലാം പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഓക്കെ, ഗ്രേറ്റ്. സോ അജയ് ഒരുപാട് തിരക്കിൽ നിൽക്കായിരുന്നു. ഇപ്പൊ അജയ് ജോലിയുടെ ഇടയ്ക്ക് വീട്ടിലൊന്നും ലാപ്ടോപ്പ് ഇല്ല, അപ്പൊ ഫോണിലൊക്കെ കഷ്ടപ്പെട്ട് കയറി നമ്മള് കുറച്ചായിട്ട് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു കോളായിരുന്നു. അപ്പൊ അജയ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഡെഫിനറ്റ്ലി സ്റ്റുഡൻസ് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത്, എസ്പെഷ്യലി അപ്ലൈ ചെയ്യണോ വേണ്ടെന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസിന് ഈ ഒരു വീഡിയോ ഡെഫിനറ്റ്ലി വിൽ ഹെൽപ് ടു ഗെറ്റ് സം ക്ലാരിറ്റി റിഗാർഡിംഗ് എന്താണ് ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത്. കാരണം പുറത്ത് വെക്കുമ്പോൾ നമ്മളിപ്പോ ബി സ്കൂളിന്റെ അകത്ത് കയറി ഇറങ്ങിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ പുറത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളും പണ്ട് നിന്ന സമയത്ത് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്ന കുറെ കാര്യങ്ങളായിരുന്നു. നമ്മൾ എത്ര സെഷൻ കണ്ടു, എത്ര പേരോട് അഡ്വൈസ് ചോദിച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുത്തത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇവരോട് പറയുന്നത്, ഇപ്പൊ ഒന്നും ആലോചിക്കാതെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആലോചിക്കാൻ തുടങ്ങാന്നുള്ളതാണ് അവസാനം പറയാനുള്ളത്. എക്സാക്ട്ലി. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം അജയ്. എനിവേ ഐ വിൽ ബി കമ്മിങ് വിത്ത് മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. ബിറ്റ്സോമിനെ കുറിച്ച് ഒരു വീഡിയോ ഉടനെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം അതിന്റെ ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾഡാണ്. കുറെ ആൾക്കാർക്ക്, ഈവൻ എനിക്കും അറിയില്ല, ബിറ്റ്സോമിനെ കുറിച്ച് ഒരുപാട് അറിയില്ല. സോ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വിൽ ബി കമ്മിങ് സൂൺ. താങ്ക് യു സോ മച്ച് അജയ്. ബൈ. യെസ് താങ്ക് യു സാഹിൽ വിളിച്ചതിന്. ഓക്കെ, അപ്പൊ കാണാം നമുക്ക്. അപ്പൊ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു ഇത് കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ്. ബൈ.